ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ഭരണഘടനാ ഭേദഗതികൾ എന്ന ടോപ്പിക്കാണ്. മിക്ക PSC എക്സാമുകളിലും ഒരു പ്രധാന ടോപ്പിക് തന്നെയാണ് പുതിയ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷനിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പുതിയ ഭരണഘടനാ ഭേദഗതികൾ. പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 5 പുതിയ ഭരണഘടനാ ഭേദഗതികളാണ്. ആ 5 പുതിയ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 101 ഭരണഘടനാ ഭേദഗതി, 102 ഭരണഘടനാ ഭേദഗതി, 103 ഭരണഘടന, 104 ഭരണഘടനാ ഭേദഗതി, അതുപോലെ തന്നെ അവസാനമായി 106 ഭരണഘടനാ ഭേദഗതി. ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ഭരണഘടനാ ഭേദഗതികളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ, പുതിയ ഭരണഘടനാ ഭേദഗതികൾ പഠിക്കുമ്പോൾ അത് നിലവിൽ വന്ന ഡേറ്റ്, രാജ്യസഭയും ലോകസഭയും സൈൻ ചെയ്ത ഡേറ്റ്, രാഷ്ട്രപതി സൈൻ ചെയ്ത ഡേറ്റ്, 1-2 ഭരണഘടനാ ഭേദഗതികളുടെ ബില്ല് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 101 ഭരണഘടനാ ഭേദഗതി. 101 ഭരണഘടനാ ഭേദഗതി എന്തുമായി റിലേറ്റഡ് ആണ്? GSTയുമായി റിലേറ്റഡ് ആണ്. ഈ പറയുന്ന GSTയുമായി റിലേറ്റഡ് ആയ 101 ഭരണഘടനാ ഭേദഗതി ബിൽ നമ്പർ അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 101 ഭരണഘടനാ ഭേദഗതിയുടെ ബിൽ നമ്പർ എത്രയായിരുന്നു എന്നത് 122 ആണ്. ഇനി ഈ ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ മാസം 8-ാം തീയതി. ഇത് ഓർത്തിരിക്കാൻ നമുക്ക് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. 2016 നോട്ട് നിരോധനം നടന്നതെന്ന് നമുക്കറിയാം. അതേ ഇയറിൽ തന്നെയാണ് GST ബിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. 2016 എന്ന് പറയുന്നതിൽ ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഡിജിറ്റ്സ്? 6 ഉണ്ട്, അതേപോലെ തന്നെ 1 ഉണ്ട്, അതേപോലെ തന്നെ 2ഉം ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 9 അല്ലേ കിട്ടുന്നത്. 6 + 1 + 2 എന്ന് പറയുന്ന 9 എന്ന് പറയുന്നത് ഏത് മാസമാണ്? സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് GST ബില്ല് എന്നാണ് നിലവിൽ വന്നത് എന്നാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചതിന് ശേഷം ഏകദേശം 1 ഇയർ, അതായത് 2017, കറക്റ്റായിട്ട് 1 ഇയർ ഇല്ല, ഏകദേശം ഒരു 10 മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ് GST ബില്ല് നിലവിൽ വന്നത്. ഇനി ഈ GST ബില്ല് ആദ്യം അംഗീകരിച്ചത്, അല്ലെങ്കിൽ 101 ഭരണഘടനാ ഭേദഗതി ആദ്യം അംഗീകരിച്ച സംസ്ഥാനം ഏതാണ് എന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആസാമാണ്. സെക്കൻഡ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാറുമാണ്. ഓക്കെ, അപ്പൊ 101 ഭരണഘടനാ ഭേദഗതി GSTയുമായി റിലേറ്റഡ് ആണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ മാസം 8-ാം തീയതിയും GST നിലവിൽ വന്നത് 2017 ജൂലൈ മാസം 1-ാം തീയതിയുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഭരണഘടനാ ഭേദഗതിയിലേക്ക് നോക്കാം. 102 ഭരണഘടനാ ഭേദഗതി. 102 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ പിന്നോക്ക കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പിന്നോക്ക വിഭാഗ കമ്മീഷന് ഒരു ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 102 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതിന്റെ ബിൽ നമ്പർ 123 ആണ്. ഈ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2018 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ഈ അമെൻമെന്റിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 338B ആണ്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നോക്കാം. 102 ഭരണഘടനാ ഭേദഗതി എന്തുമായി റിലേറ്റഡ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു കോഡ് ഓർത്തിരിക്കാം. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 102 ആണ്. അതായത് 2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് തീർച്ചയായും പിന്നിലുള്ളതല്ലേ, ഫസ്റ്റ് അല്ലേ മുന്നിൽ നിൽക്കുള്ളൂ. അപ്പം സെക്കൻഡ് എന്നുള്ളത് പിന്നിലായതുകൊണ്ട് തന്നെ 102 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പിന്നോക്ക കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനി അത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്? ഒരിക്കൽ കൂടി ഒന്ന് നോക്കിക്കേ. 2018 ഓഗസ്റ്റ് മാസം 11-ാം തീയതി. അതിൽ അമെൻമെന്റ് സംഭവിച്ചത് ഏത് ആർട്ടിക്കിളിലാണ്? അല്ലെങ്കിൽ ഈ 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 338B എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 103 ഭരണഘടനാ ഭേദഗതി.
103 ഭരണഘടനാ ഭേദഗതി എന്തുമായി റിലേറ്റഡ് ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തുക എന്നതാണ്. അതും ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്. 103 മുന്നോക്കം എന്നോർത്താൽ മതി. 3 എന്ന് പറയുമ്പോഴും മാ തന്നെയാണ് വരുന്നത്. മുന്നോക്കം എന്ന് പറയുമ്പോഴും ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്ന മാ തന്നെയാണ്. അപ്പൊ 103 മുന്നോക്കവുമായി റിലേറ്റഡ് ആയിരിക്കുന്നു. ഇനി ഇത് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 ജനുവരി മാസം 14 തീയതിയാണ്. ഇനി 103 ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ സംസ്ഥാനം അത് ഗുജറാത്ത് ആണ്. ഇനി നമ്മുടെ കേരള ഗവൺമെന്റ് ഈ പറയുന്ന, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയും ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. കെ ശശീന്ദ്രൻ, കെ രാജഗോപാലൻ നായർ. കെ ശശീന്ദ്രൻ, കെ രാജഗോപാലൻ നായർ. ഇനി 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി നടത്തേണ്ടി വന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 15, 16. ഓൾറെഡി തന്നെ നമുക്കറിയാം സമത്വത്തിനുള്ള ആർട്ടിക്കിളാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 15, 16. ഇതിലാണ് 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി നടത്തേണ്ടി വന്ന ആർട്ടിക്കിളുകൾ. ഒന്നുകൂടി നോക്കാം. 103 ഭരണഘടനാ ഭേദഗതി എന്തുമായി റിലേറ്റഡ് ആയിരിക്കുന്നു? സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സംവരണം നൽകുക എന്നതാണ്. ഇത് നിലവിൽ വന്നത് 2019 ജനുവരി മാസം 14 തീയതി. ഫസ്റ്റ് സ്റ്റേറ്റ് ഗുജറാത്ത്. ഓക്കെ, അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 104 ഭരണഘടനാ ഭേദഗതിയാണ്. 104 ഭരണഘടനാ ഭേദഗതി SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. SC/ST വിഭാഗക്കാർക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും സംവരണമുണ്ടെന്ന് നമുക്കറിയാം. ആ സംവരണം 10 വർഷത്തേക്ക്, എത്ര വർഷത്തേക്കാണ്? 10 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി എന്നതാണ് 104 ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. അതായത് 2030 ജനുവരി മാസം വരെ നീട്ടി നൽകി എന്നതാണ്. ഇനി ഈ പറയുന്ന 104 ഭരണഘടനാ ഭേദഗതിയിലൂടെ മറ്റൊരു കാര്യം കൂടി അവർ അമെൻമെന്റ് നടത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് നിർത്തലാക്കുകയും ചെയ്തു 104 ഭരണഘടനാ ഭേദഗതിയിലൂടെ. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതി കൂടിയാണ് 104 ഭരണഘടനാ ഭേദഗതി. ഇങ്ങനെ സംവരണം അവസാനിപ്പിച്ചത് എന്നു മുതലാണ്? 2020 ജനുവരി മാസം 25 തീയതി മുതൽ ഈ സംവരണം അവസാനിപ്പിച്ചു. അപ്പം 104 ഭരണഘടനാ ഭേദഗതി എന്തുമായി റിലേറ്റഡ് ആയിരിക്കുന്നു? SC/ST വിഭാഗക്കാർക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഉണ്ടായിരുന്ന സംവരണം 10 വർഷം കൂടി നീട്ടി നൽകി. അതോടൊപ്പം തന്നെ ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചു. ഓക്കെ, ഇതാണ് 104 ഭരണഘടനാ ഭേദഗതി. അടുത്തത് 106 ഭരണഘടനാ ഭേദഗതി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 106 ഭരണഘടനാ ഭേദഗതി എന്തുമായി റിലേറ്റഡ് ആയിരിക്കുന്നു? വനിതാ സംവരണ ബില്ല്, നാരി ശക്തി ബില്ല് എന്നും അറിയപ്പെടുന്നു. ഇതിനും വേണമെങ്കിൽ നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. നാരി എന്ന് പറയുമ്പോൾ തന്നെ ഒരു രായിലാണ് അവസാനിക്കുന്നത്. ഈ 106 എന്ന് പറയുമ്പോഴുള്ള പ്രൊനൗൺസിയേഷനും രായിൽ തന്നെയാണ് വരുന്നത്. അപ്പം നാരി 106 ഭരണഘടനാ ഭേദഗതി എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. മസ്റ്റായിട്ട് 106 ഭരണഘടനാ ഭേദഗതി ബിൽ നമ്പർ അറിഞ്ഞിരിക്കണം. 128 ആണ്. തൊട്ട് മുമ്പ് നമ്മൾ GSTയുടെ ബിൽ നമ്പർ പറഞ്ഞിരുന്നു, 122 എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ഈ പറയുന്ന വനിതാ സംവരണ ബില്ലിന്റെ ബിൽ നമ്പർ 128. ഈ ബില്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഇനാഗുറേഷന് ശേഷം ആ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബില്ലാണ് നാരി ശക്തി ബില്ല്. ഇനി ഇത് ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ഒപ്പുവെച്ച ഡേറ്റ് നമ്മൾ മസ്റ്റായും അറിഞ്ഞിരിക്കണം. ആദ്യം പാസാക്കിയത് ലോകസഭയിലാണ്. 2023 സെപ്റ്റംബർ 20 ലോകസഭ പാസ്സാക്കുന്നു.
നെക്സ്റ്റ് ഡേ തന്നെ രാജ്യസഭ അത് പാസ്സാക്കുന്നു. 2023 സെപ്റ്റംബർ മാസം 21 കറക്റ്റ് 1 വീക്ക് കഴിയുമ്പോൾ 2023 സെപ്റ്റംബർ മാസം 28 ആയപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഏത് പ്രസിഡന്റാണ് ഒപ്പുവെച്ചത്? നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ദ്രൗപദി മുർമു ആണ് ഒപ്പുവെച്ചത്. ഇനി ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ നിയമമന്ത്രിയായ അർജുൻ മേഘവാൾ ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ അമെൻമെന്റ് എന്ന് മുതൽ അല്ലെങ്കിൽ ഏത് ഇലക്ഷൻ മുതലാണ് പൂർണ്ണമായും നടപ്പിലാക്കേണ്ടത് എന്നതാണ്. 2029 പാർലമെന്റ് ഇലക്ഷനോടുകൂടി ഇത് പൂർണ്ണമായും നടപ്പിലാക്കും എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ആക്ച്വലി ഈ വനിതാ സംവരണ ബിൽ എന്ന് വെച്ചാൽ എന്താണ്? 33% സംവരണം വനിതകൾക്ക് നൽകുക. അതായത് സംസ്ഥാന നിയമസഭകളിലേക്കും ലോകസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിൽ 33% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുക എന്നതാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. 106 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റഡ് ആയിരിക്കുന്നു? വനിതാ സംവരണ ബില്ലുമായി റിലേറ്റഡ് ആയിരിക്കുന്നു. അതിന്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത് 128 ആണ്. ഇത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബില്ലാണ്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ് ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ലോക്സഭ 2023 സെപ്റ്റംബർ മാസം 20 നെക്സ്റ്റ് ഡേ രാജ്യസഭയും കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും പ്രസിഡന്റും ഒപ്പുവെച്ചു. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിയമമന്ത്രിയായ അർജുൻ മേഘവാൾ ആണ്. 2029 പാർലമെന്റ് ഇലക്ഷനോടുകൂടി ഇത് പൂർണ്ണമായും നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ലോകസഭയിലെയും നിയമസഭകളിലെയും 33% സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നു എന്നതാണ് ഈ അമെൻമെന്റിന്റെ കണ്ടന്റ്. മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ, സി യു.